മൃദുലയെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ കോമ്പറ്റീഷൻ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ലൈറ്റ് മ്യൂസിക് സമ്മാനം വാങ്ങിക്കുന്ന സമയത്ത് മൃദുലയ്ക്കായിരുന്നു ഫീമെയിൽ കാറ്റഗറിയിൽ ഒന്നാം സമ്മാനം. അന്ന് തൊട്ടേ ഉള്ള ഒരു പരിചയമാണ്. അതിനുശേഷം നിരവധി റിയാലിറ്റി ഷോയിൽ കണ്ടു. വളരെ ഇഷ്ടമുള്ള ഒരു സിംഗറാണ്. ആ വോയിസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ എല്ലാം നല്ല ശ്രദ്ധ പിടിച്ച് പറ്റിയ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃദുല ഇത്രയും നല്ല ഉയർച്ച വരുന്നതിൽ വലിയ സന്തോഷം. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. എവിടെ പോയാലും അച്ഛൻ കൂടെ ഉണ്ടാവാറുണ്ട്. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇതുവരെയുള്ള, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് ഉള്ള പ്രോത്സാഹനം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ പാടിയിട്ടുണ്ട്, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഡ്യുവറ്റ് സോങ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് മൃദുല ഒന്ന് പാടണം. നിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ഏറ്റുമുട്ടിയിട്ടില്ല. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ചെറുപ്പം മുതലേ പറഞ്ഞല്ലോ. അല്ല, റിയാലിറ്റി ഷോയുടെ വേദികൾ നിങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ടില്ല? ഇല്ല, മത്സരിച്ചിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. മൃദുലയുടെ മുമ്പേ കടന്നുപോയി പുള്ളി. മുമ്പേ ആയിരുന്നു. എനിക്കും അന്ന് കുട്ടിക്കാലം മുതലേ ഈ ദൂരദർശനിലൊക്കെ വരാറുണ്ടായിരുന്നില്ല നജീംക ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോഴേ ഞാനും നജീംകയുടെ ഫാനായിരുന്നു. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടാറുള്ളത് ഇപ്പോഴും. അതെ, ഫാമിലിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ ശരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനും അമ്മയും എൻ്റെ ബ്രദറും പിന്നെ ഇപ്പോൾ ഹസ്ബൻഡും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലെങ്കിലും നിൽക്കാൻ. ഡോക്ടറല്ലേ? അതെ, ആയുർവേദ ഡോക്ടറാണ്. പാട്ടിലാണ് മൂപ്പറ വീഴ്ച? ഓ അല്ല, മാട്രിമോണി വഴിയാണ്. പക്ഷേ പാട്ടുകാരിയാണെന്നുള്ള കാര്യം മൂപ്പർക്ക് അറിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ മൃദുല നിന്നെ കല്യാണം കഴിക്കാൻ കാരണം നീ ഒരു പാട്ടുകാരി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. നജീമിന് വേണ്ടി ഒരു പാട്ടുണ്ട്, നമുക്ക് മൂപ്പറെ കൊണ്ടുവന്ന ശേഷം പാടിക്കാം. മൃദുലയ്ക്ക് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രൊഫഷനും ഫാമിലിയും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഞാനൊരു വളരെ ബ്ലെസ്ഡ് ആയിട്ട് വിചാരിക്കുന്നു അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ. കാരണം അങ്ങനെ ഒരു വളരെ തിരക്കുള്ളൊരു ആർട്ടിസ്റ്റ് നമ്മുടെ വൈഫായിട്ടിരിക്കുകയും ഫാമിലി ലൈഫിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ ഇൻവോൾവ് ചെയ്യുകയും എന്നാൽ പ്രൊഫഷണൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് സന്തോഷം. ഡോക്ടർ വളരെ കോപ്പറേറ്റീവ് ആണല്ലേ? അതെ അതെ അതെ, ഒരുപാട് കോപ്പറേറ്റീവ് ആണ്. ഒരുപാട് സഹിക്കുന്നുണ്ട്. മൃദുലയാണെങ്കിൽ ടൂറായിരിക്കും, പാട്ടും പരിപാടി സ്റ്റേജൊക്കെ ആയിട്ട് ചായ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടോ മൂപ്പർക്ക്? അയ്യോ സത്യമായിട്ടും. പക്ഷെ ഇപ്പൊ വീക്കെൻഡ്സിൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. ഞാനിപ്പോ ആലുവ സെറ്റിൽഡാണ്. ഹസ്ബൻഡ് ഇപ്പം പട്ടാമ്പിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ചായയും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കോ? ഭക്ഷണം ഉണ്ടാക്കും. സത്യം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒക്കെ? വെജിറ്റേറിയൻസ് ആണ് ഞങ്ങള് പൊതുവെ. അപ്പോൾ ഭക്ഷണം എല്ലാ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുമോ? നല്ല സാമ്പാറും അവിയലും ഉണ്ടാക്കാറുണ്ട്. നമ്മളെ വിളിച്ച പോലെ ഭക്ഷണം തന്നാ മാത്രമേ നമുക്ക് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. പക്ഷെ ഭർത്താവ് നന്നായിട്ട് പാടുമല്ലേ? പാടും, പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പാട്ടുകാരങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാകുന്ന ആളാണ്. അപ്പൊ നജീം ചോദിച്ചൊരു പാട്ടുണ്ട്, മൃദുലയോടൊരു പാട്ട് പാടി കൊടുക്കാനാ പറഞ്ഞത്. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയ കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഗോപി സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള മിലി എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു പാട്ടുണ്ട്.